ചേച്ചി 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 ഒരു ഫോൺ ചെയ്യണമായിരുന്നു ചേച്ചി. ആ ഫോൺ ഒന്ന് തരുമോ? നമ്പർ പറഞ്ഞോളൂ പ്ലീസ് ചേച്ചി. ചെയ്തു. താങ്ക്സ് ചേച്ചി. ഹലോ ഹലോ സാർ, സെന്തമിഴൻ സാർ അല്ലേ? അതെ, പറഞ്ഞോളൂ. ഞാൻ തഞ്ചാവൂർ തൗരപ്പാളയം സരസ്വതിയുടെ ഫ്രണ്ട് ഭാരതിയാ സംസാരിക്കുന്നത്. ഭാരതിയോ? എനിക്ക് ഓർമ്മയില്ലല്ലോ. അതെ സാർ, കഴിഞ്ഞ മാസം പോലും സരസ്വതിയുടെ ചേച്ചിയുടെ കല്യാണത്തിന് നമ്മൾ കണ്ടില്ലായിരുന്നോ സാർ? ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്, പറഞ്ഞു. സാറേ, സാർ ഇപ്പൊ ഞാൻ ചെന്നൈയിലാ ഉള്ളത്. ചെന്നൈയിലോ? എന്താ കാര്യം മോളെ? സാറേ, ഞാനിപ്പോ ചെന്നൈയിൽ ഒരു അപകടം പിടിച്ച സ്ഥലത്താ ഉള്ളത് സാറേ. സാറിനെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. അയ്യോ, ഞാൻ ഒരു അത്യാവശ്യ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. വളരെ എമർജൻസി ആണോ? പ്ലീസ് സാർ, ഒരു 10 മിനിറ്റ്സ് ഒതുക്കിയാ മതി സാറേ. ഇപ്പൊ എവിടെയാ ഉള്ളത്? അന്നേ തെരേസ ലേഡീസ് ഹോസ്റ്റലിന് മുന്നിലാ, മുട്ടിക്കാട്. എങ്കിൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ ഒരു അരമണിക്കൂറിലെത്താം. ശരി സാറേ. താങ്ക്സ് ചേച്ചി. സാരമില്ല. തനിക്കെന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നല്ലോ. താൻ ഫോണിൽ സംസാരിച്ച ആള് വരുന്നത് വരെ വേണമെങ്കിൽ അകത്തിരുന്നോളൂ ഊട്ടി. വേണ്ട, സാരമില്ല. എന്നാൽ അവിടെയെങ്കിലും പോയിരുന്നോളൂ. കുഴപ്പമില്ല മോളെ, അവിടെ പോയിരുന്നോളൂ. താങ്ക്സ് ചേച്ചി. നമസ്കാരം സാറേ. ഇരിക്കും മോളെ. ഇപ്പൊ പറയൂ, എന്താ പറ്റിയേ? കാർത്തിക് എന്ന് പറയുന്നൊരു ചെറുക്കൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു. ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഉണ്ട്.
കുറച്ച് വെയിറ്റ് ചെയ്യും മോളെ. ഞാൻ എഡിറ്ററിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പറയാം. സാറേ. എന്താടോ? ഒരു ഹാർഡ് ഡിസ്കും 3 പെൻഡ്രൈവും 300 പെണ്ണുങ്ങളുടെ 2000 സെക്സ് ഹറാസ്മെന്റ് വീഡിയോസ്. എന്തൊക്കെയാടോ ഈ പറയുന്നത്? അതെ സാറേ. എന്താടോ ഇത്? കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവത്തിൽ നിന്ന് ജനങ്ങളുടെ ഭീതി മാറിയില്ല, അതിനിടയ്ക്ക് വീണ്ടും നടന്നു. സാറേ, ഈ എവിഡൻസ് വെച്ച് ആ VIP ഗ്രൂപ്പിന്റെ അടുത്ത് സംസാരിച്ചാൽ എത്ര കോടി വേണമെങ്കിലും കിട്ടും സാർ. താൻ ആ പെൺകുട്ടിയെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോവാ, ഒരു ലൈവ് പ്രോഗ്രാം നടത്താം. ഓക്കെ സാർ. പുറത്താരും അറിയണ്ട. ഓക്കെ. എഡിറ്ററിന്റെ അടുത്ത് സംസാരിച്ചു. വാ മോളെ, ചാനലിലേക്ക് പോവാം. വാ. ഒറ്റൻ യൂട്യൂബ് പ്രേക്ഷകർക്ക് നമസ്കാരം. മീഡിയയിലെ ആൾക്കാർ പറയാൻ മടിക്കുന്ന, പറയാൻ ഭയപ്പെടുന്ന പൊതുജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, അധികാരത്തിലുള്ളവരുടെ അഴിമതികളെല്ലാം തന്നെ നമ്മൾ ഈ പ്രോഗ്രാം വഴിയായി തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം സ്ത്രീകളുടെ പേരിൽ ചുമത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകളും ആഭാസങ്ങളും ദിവസം തോറും അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യത്വ ഇല്ലായ്മയെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് നമ്മൾ ലൈവ് വഴിയായി കാണാൻ പോകുന്ന ഒരു പെണ്ണിന്റെ യാതനകളും വേദനകളുമാണ് ഓരോ ആണിന്റെയും മനസാക്ഷി കുത്തിക്കൊണ്ടേയിരിക്കും. അതങ്ങനെ തന്നെയാവണം. ഇരുന്നോളൂ കുട്ടി. പറയൂ ഭാരതി, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും നിങ്ങൾ അനുഭവിച്ച ആ യാതനകളെക്കുറിച്ചും പറയൂ. തഞ്ചാവൂരിന് തൊട്ടടുത്തുള്ള തുവരം പാളയെന്നറിയപ്പെടുന്ന നാടാണ് എൻ്റെ ജന്മസ്ഥലം. ഭാവി കാലത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുമായി എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് കാർത്തിക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പരിചയമില്ലാത്ത ആളാണല്ലോ. ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ അതോ വേണ്ടയോ? നമുക്ക് നോക്കാം.
ഫേസ്ബുക്ക് മൂലമാണ് കാർത്തിക്കിനെ ഞാൻ പരിചയപ്പെടുന്നത്. രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ കാർത്തിക്കായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യും. സമയം പോകുന്ന തന്നെ അറിയില്ല. ഞാൻ ആരാ, ഞാൻ എന്താ ചെയ്യുന്നേ, എൻ്റെ ഫാമിലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ കാർത്തിക്കുമായിട്ട് പങ്കുവെക്കാറുണ്ടായിരുന്നു. കാർത്തിക്കും അവനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്നോടും പങ്കുവെക്കുമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട നടൻ ടൊവിനോ തോമസ് ആയിരുന്നു. ഇഷ്ടപ്പെട്ട സിംഗർ ഷിബു കല്ലാർ. എനിക്കിഷ്ടപ്പെട്ട പച്ചക്കളർ ഡ്രസ്സ്, എനിക്കിഷ്ടപ്പെട്ട ആഹാരം ചിക്കൻ ബിരിയാണി. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടതും കാർത്തിക്കിന് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടതെല്ലാം തന്നെ കാർത്തിക്കിന് ഇഷ്ടമായിരുന്നു. കാർത്തിക്കിന് ഇഷ്ടപ്പെട്ട എല്ലാം തന്നെ എനിക്കിഷ്ടമായിരുന്നു. ഹലോ. ഹലോ, നിങ്ങളാരാ? ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായില്ലേ? അറിയില്ല. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ ആരാണെന്ന് ആദ്യം എന്നോട് പറ. അത് ഞാൻ പറഞ്ഞാലെങ്ങനെ? ഇയാളൊന്ന് ഗസ് ചെയ്ത് നോക്കടോ. ഒട്ടും എന്നെ മനസ്സിലായില്ലേ? എനിക്കൊട്ടും ഓർമ്മയില്ല. പ്ലീസ് ആരാന്നൊന്ന് പറ. ആദ്യം ഇയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ആരാന്ന് പറഞ്ഞാ മതി. ഇയാള് തനിക്ക് ഇഷ്ടപ്പെട്ട നടൻ ടൊവിനോ തോമസ് അല്ലേ? ഇഷ്ടപ്പെട്ട കളറ് ഗ്രീൻ. അത് കഴിഞ്ഞിട്ട് കാർത്തിക്. യെസ്. ഇനി പറ കാർത്തിക്, സുഖമാണോ? ഐ ആം ഫൈൻ. അയ്യോ, എന്റെ മൊബൈലിൽ ബാറ്ററി വളരെ കുറവാണ്. ഓക്കെ, ചാർജ് ചെയ്തിട്ട് പിന്നീട് വിളിച്ചാൽ മതിയല്ലോ. ശരി, ഓക്കെ കാർത്തിക്, ബൈ. ബൈ. ഏതായി പാഴ്സൽ?
ഹലോ. ഗിഫ്റ്റ് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടോ? ഹേ കാർത്തിക്, ഇഷ്ടായോന്ന് പറ. എന്തിനാ ഈ ഗിഫ്റ്റ് ഒക്കെ? അതോ വെറുതെ ഒരു സർപ്രൈസ്. ആ ഭാരതി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇയാള് വേറൊന്നും വിചാരിക്കില്ലല്ലോ അല്ലേ? ഒന്നും വിചാരിക്കില്ല, പറ. എന്താ മിണ്ടാതിരിക്കുന്നേ? പറ. എന്താണെങ്കിലും പറ കാർത്തിക്. ഐ ലവ് യു ഭാരതി. താനെന്താടോ മൗനമായിട്ടിരിക്കുന്നത്? എന്നെ ഇഷ്ടമല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മറ്റൊന്നും വിചാരിക്കില്ലേ എന്ന്. ഓക്കെ, നമുക്കൊരു നല്ല ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോകാം. ഐ ലവ് യു ടു കാർത്തിക്. കാർത്തിക്, കാർത്തിക് എന്താ പറ്റി? എന്തിനാ കരയുന്നേ? വേറെ ഒന്നുമല്ല ഭാരതി, എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹമില്ല. സൂസൈഡോ? എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? എന്ത് പറ്റി കാർത്തിക്? ആദ്യം കാര്യം എന്താന്ന് പറ കാർത്തിക്. ഭാരതി, എനിക്ക് എന്റെ വീട്ടിൽ പെണ്ണിനെ ആലോചിച്ചോണ്ടിരിക്കുക. അവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിർബന്ധിക്കുക. ഭാരതി, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ കൂടെ മാത്രമായിരിക്കും. ഭാരതി, നിന്നെ എനിക്ക് വേണം. നിന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അങ്ങനെയൊന്നും എന്നോട് പറയല്ലേ കാർത്തിക്. ആദ്യം നീ എന്ത് ചെയ്യണമെന്ന് ആലോചിക്ക്. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കൂ? പറയൂ കാർത്തിക്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തീർച്ച. അങ്ങനെയെങ്കിൽ നീ വേഗം ചെന്നൈയിലേക്ക് വരൂ. വന്ന ഉടനെ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം. കല്യാണം കഴിഞ്ഞ് വീട്ടുകാരുടെ മുന്നിൽ ചെല്ലുമ്പോ പിന്നെ അവര് അധികമൊന്നും പറയില്ല. ഭാരതി എന്താ ആലോചിക്കുന്നേ? കാർത്തിക്, അത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ എന്നോട്
അപ്പൊ ഇയാൾക്ക് എന്നെ വിശ്വാസമില്ലല്ലേ? ഇല്ല കാർത്തിക്, അതല്ല, എനിക്ക് നിന്നെ ഒരുപാട് വിശ്വാസമാണ്. പക്ഷെ എനിക്കിപ്പോ കുറച്ച് സമയം തരുവാണെങ്കിൽ. ശരി ഭാരതി, എല്ലാം നല്ലവണ്ണം നീ ആലോചിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാ മതി. ഓക്കെ? ഓക്കെ കാർത്തിക്. ഹലോ കാർത്തിക്, ഞാൻ എല്ലാത്തിനും സമ്മതിക്കുകയാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാവോ? ഞാൻ ഉടനെ തന്നെ ഇയാൾക്ക് ചെന്നൈയിലേക്ക് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തയക്കാം. ബസ് കയറിയ ഉടനെ എന്നെ വിളിക്കണം കേട്ടോ. എവിടെ ഇറങ്ങണ്ടേന്ന് ഞാൻ അന്നേരം വിളിച്ചു പറയാം കേട്ടോ. അങ്ങനെയാവട്ടെ കാർത്തിക്. അമ്മേ, ഞാൻ അച്ഛനെ കണ്ടിട്ടേയില്ല. എനിക്കെല്ലാം അമ്മയും അച്ഛനുമായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എൻ്റെ അമ്മയുടെ വേർപാട് കാരണം എനിക്കെന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് യാതൊരു ആശ്രയവും ഇല്ലാതെ അനാഥയെ പോലെ നിൽക്കുകയാണ്. അങ്ങനെയാണ് എന്റെ ജീവിതത്തിലേക്ക് കാർത്തിക് കടന്നു വന്നത്. എന്നെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാന്നും വാക്ക് തന്നു. അവനും നല്ല മനുഷ്യനാണമ്മേ. അമ്മയെ പോലെ എന്നെ നല്ലപോലെ നോക്കുമെന്നറിയാം. ആ വിശ്വാസത്തിലാണ് ഞാൻ അവിടുന്ന് പുറപ്പെടുന്ന അമ്മേ. എന്നോടൊപ്പം നിന്ന് എല്ലാ കാര്യത്തിനും സഹായിക്കണം അമ്മേ. അയ്യോ, ഫേസ്ബുക്ക് വഴിയായിട്ടാണ് ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. കാർത്തികിനെ കാണാൻ വേണ്ടി ഞാൻ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. ഞാൻ ജനിച്ച നാട്, എൻ്റെ വീട് എല്ലാം വിട്ടുകളഞ്ഞിട്ട് എൻ്റെ ബന്ധുക്കളോടൊന്നും ഈ കാര്യത്തെക്കുറിച്ച് പറയാതെ ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത് കാർത്തികിനോടൊപ്പമാണെന്ന് തീരുമാനിച്ച് അന്ന് തന്നെ ഞാൻ അവൻ്റെ അടുക്കിലേക്ക് പുറപ്പെട്ടു. കാർത്തിക്, ഞാൻ ബസ്സിൽ കയറി. ആ എടോ,
ബസ്സൊക്കെ കംഫർട്ടബിൾ ആണല്ലോ അല്ലേ? അതെ, കുഴപ്പമില്ല. പിന്നെ ഇയാള് വണ്ടല്ലൂർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണം കേട്ടോ. ഇയാളെ കാത്ത് ഞാനവിടെ ഉണ്ടാവും. വണ്ടല്ലൂരിലോ? എല്ലാരും കോയമ്പേട്ടിലല്ലേ ഇറങ്ങാറ് പതിവ്. കാർത്തിക് എന്തിനാ എന്നോട് അവിടെ ഇറങ്ങാൻ പറയുന്നേ? അല്ല, അതല്ല ഭാരതി, നമ്മുടെ വീടില്ലേ അത് ECRലാണേ. വണ്ടല്ലൂരിനടുത്ത് അതാണ്. ഇയാൾ ഇറങ്ങിട്ട് എന്നെ വിളിക്കടോ, എനിക്ക് കാണാൻ കൊതിയായിരിക്കുക. ഓക്കെ മോളെ? ഓക്കെ. ഐ ലവ് യു ഭാരതി. ഓക്കെ, ബൈ. number you are trying to reach is currently switched off. Please try again later. நீங்கள் டயல் செய்த எண் தற்போது switch off செய்யப்பட்டுள்ளது. ഹലോ കാർത്തിക്, എന്താ പറ്റി? നിങ്ങളുടെ ഫോൺ വരാൻ വേണ്ടി ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്യായിരുന്നു. ഇയാള് പേടിച്ചു പോയല്ലേ? ടെൻഷൻ ആവണ്ട കേട്ടോ. നമ്മുടെ രജിസ്റ്റർ മാരേജിന്റെ കാര്യം ഞാൻ ഒരാളോട് സംസാരിക്കാൻ. അതൊക്കെ ഇരിക്കട്ടെ കാർത്തിക്, ഞാൻ ഒരുപാട് നേരമായിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കുകയാണ്. ഒന്ന് വേഗം വരുവോ? എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യൂ. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെ വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇയാള് നേരെ ഓപ്പോസിറ്റ് ഒന്ന് നോക്കൂ. SRR ഹോട്ടലിന്റെ ഒരു ബോർഡ് കണ്ടോ? കാണുന്നുണ്ട്. ഇയാള് റോഡ് ക്രോസ് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റിലേക്ക് പോകും. കാർത്തിക്, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങോട്ടാ പോണ്ടേന്ന് പറ. അങ്ങനെ തന്നെ നേരെ കുറച്ച് മുന്നോട്ട് നടന്നേ. അവിടെ ട്രിപ്പ് അടിക്കുന്ന വാനുണ്ടാവും. അവരോട് മായാജാൽ പോണെന്ന് പറഞ്ഞാൽ മതി. ചേട്ടാ, മായാജാൽ പോകുവോ? എന്താ? മായാജാൽ പോവൂലോ, കറിയോ?
ആ മായാജാലെത്തി, ഇറങ്ങിക്കോ. ഹലോ കാർത്തിക്, ഞാൻ മായാജാൽ എത്തി കേട്ടോ. എത്തിയോ? നേരെ ഓപ്പോസിറ്റിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അവരോട് മുട്ടുകാട് ബ്ലൂ ബേ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞാൽ മതി. ഒരു 5 മിനിറ്റ് ദൂരമുള്ളേ. നന്നായിട്ട് ഓടിക്കാൻ ഒരു ഓട്ടം കിട്ടുന്നില്ലല്ലോ കുമാറേ. ചേട്ടാ, മുട്ടുകാട് ബ്ലൂ ബേ ബീച്ചിലേക്കൊന്ന് പോകണമായിരുന്നു. അങ്ങോട്ട് വരില്ല കേട്ടോ. ചേട്ടാ, മുട്ടുകാട് വരെ അങ്ങോട്ട് വരില്ല കേട്ടോ. എന്താ പറ്റേ? ചേട്ടാ, മുട്ടുകാട് വരെ ഒന്ന് പോണം. അയ്യോ, മുട്ടുകാടോ? അങ്ങോട്ടൊന്നും ഞാൻ ഓട്ടം വരുന്നത്, നീ പോച്ചേ. അയ്യോ ചേട്ടാ, ഒന്ന് കൊണ്ടുവിടുവോ? കൊച്ചിന് ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. അതൊക്കെ അപകടം പിടിച്ച സ്ഥലമാ. അങ്ങോട്ടൊന്നും ഒരുത്തിനും ഓട്ടം വരില്ല. കൊച്ചു വരെ പണി നോക്ക്. ചേട്ടാ, നിങ്ങൾ ചോദിക്കുന്ന കാശ് എത്ര വേണമെങ്കിലും തരാം. ഒന്ന് വരും ചേട്ടാ. എത്രയാന്ന് വെച്ചാ ഒരു 500 രൂപ തരുവോ? 5 മിനിറ്റ് എന്നാണല്ലോ പറഞ്ഞേ. അത്രയും ദൂരം വരാൻ 500 രൂപ ചോദിക്കുന്നു. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, അങ്ങോട്ട് ഓട്ടം വരത്തില്ലെന്ന്. ഈ കരച്ചിൽ കാണാൻ നീ പോച്ചേ. ശരി, സാരമില്ല, വാങ്ങിക്കോ ചേട്ടാ. വരൂ പ്ലീസ്, വാ പോകാം. ശരി, കയറി. എന്താ കൊച്ചെ, ഈ സിറ്റിയിൽ ആദ്യമായിട്ടാണോ? അതെ ചേട്ടാ. അവിടെ ആരെ കാണാൻ വേണ്ടിട്ട് പോവാ? എന്റെ കാമുകനെ കാണാൻ. എന്റെ കൊച്ചെ, എനിക്ക് ഇത് കേൾക്കുമ്പോഴാണ് ഈ ചൊറിഞ്ഞു വരുന്നേ. വേറെ എന്തെങ്കിലും വിളിച്ചൂടെ? നീ പറഞ്ഞ സ്ഥലം ചേട്ടാ. VIP പാർട്ടിക്ക് ഇന്ന് കോൾ അടിക്കണം. ഹലോ, കാർത്തിക്, ഈ ബ്ലൂ ബേ ബീച്ച് റോഡിന്റെ അവസാനത്തെ ഭാഗത്ത് ഞാൻ വന്നെത്തിയിട്ടുണ്ട്. ഈ സ്ഥലം കണ്ടിട്ട് പേടിയാവുന്നു. ഇവിടെ ഒരു മനുഷ്യർ പോലും ഇല്ല. അവിടുന്ന് നേരെ അതുപോലെ മുന്നോട്ട് നടന്നു വാ. എനിക്ക് ഭയങ്കര പേടിയാവുന്നു കാർത്തിക്. ഇയാളെന്തിനാ പേടിക്കുന്നേ? ബീച്ചിന്റെ അടുത്തെത്തിയോ? അതെ കാർത്തിക്. ഇവിടെ അടുത്തായിട്ട് ഒരു ചൂളമര തോപ്പ് കണ്ടോ? എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇയാള് നേരെ അങ്ങോട്ട് നടന്നു വാ. അവിടെ എത്തിയോ? അവിടെ റിസോർട്ട് പോലൊരു വീട് കണ്ടോ? പച്ച നിറത്തിൽ. അതെ അതെ, കാണുന്നുണ്ട്. ആ വീടിന്റെ പുറകിലായിട്ട് വരും. ഞാനിവിടെ എത്തി കാർത്തിക്. ഇയാളെ ആ വലത് കാലെടുത്ത് വെച്ച് അകത്തേക്ക് വാ. എല്ലാം ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് വന്ന യാത്ര ഇത്രയും ബുദ്ധിമുട്ടും ഇത്രയും ഭയാനകമാണെന്ന് ഞാൻ ആലോചിച്ച പോലും നോക്കിയില്ല. പലതരത്തിലുള്ള പ്രയാസങ്ങളെല്ലാം കടന്ന് കാർത്തികിന്റെ വീട്ടിൽ ഞാൻ അവനെ കണ്ടു. ഇതെന്തൊരു പെണ്ണാ നീ? യാതൊരു പരിചയമില്ലാത്ത ഒരാള് പുറപ്പെട്ടു വാന്ന് പറഞ്ഞ ഉടനെ നീ എന്ത് വിശ്വാസത്തിലാ വന്നത്? അവനോടുള്ള പ്രേമം, അവൻ എന്നോട് ഇതുവരെ കാണിച്ചിട്ടുള്ള പ്രേമത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു.
മൈ ഡിയർ ബേബി. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? കാർത്തിക്, I love you, Bharati. ചൂടാറി താരകങ്ങൾ നീയല്ലേ, കൊതിയാൽ ഞാൻ കൊഞ്ചിപ്പോയ ചന്ദനക്കവിൾ. ആടിമേഘ ചൂടാറി താരകങ്ങൾ നീയല്ലേ, കൊതിയാൽ ഞാൻ കൊഞ്ചിപ്പോയ ചന്ദനക്കവിൾ. മറുനാട്ടിൽ എത്തി ഞാൻ മണിവീണായിടാ, മണിത്താലിയും കരുതി നിന്നു ചന്ദനത്തുകിലേ. ഇനി എൻ കൈകൾ പടരുന്നു നാണത്താൽ കുണുങ്ങുന്നോരഴകേ. വെണ്ണിലാവിൽ കണ്ണും നട്ട് നെഞ്ചിനുള്ളിൽ മുല്ല പൂത്തോ, കൂടാരം തേടി വന്നേ വെള്ളരിപ്രാവോ. മാമ്പോവിൻ മൊട്ട് പോലെ പാടല്ലേ സ്നേഹപ്പൂക്കൾ, മടിയിൽ മയങ്ങിടാനും കൊതിയായി മനസ്സിൽ. കാവടിയായാടും നെഞ്ചിൻ മേളം കാരണമോ നീയാ കണ്ണേ. ഈ പുതിയ കിനാവിൽ നീ മധുസുഗന്ധമായി, പൊന്നാവണി താരകം ഈരാവിൽ പെയ്തഴകേ. ആടിമേഘ ചൂടാറി താരകങ്ങൾ നീയല്ലേ, കൊതിയാൽ ഞാൻ കൊഞ്ചിപ്പോയ ചന്ദനക്കവിൾ. അന്തിക്കു വീട്ടിൽ വന്നേ തെയ്യത്തിൻ ശില്പം പോലെ, നീ വന്ന കാലമെല്ലാം പൂക്കാലമോ. പാലാഴിപ്പൂ മഴയിൽ ഞാൻ കണ്ട മോഹത്താലെ, കണ്ണച്ചിമ്മം നേരം പോലും നിന്നെ നോക്കി ഞാൻ. കാറ്റായി തഴുകാം പൂമുത്തോടെ, മണിമാറിൽ പടരാമഴകേ. ഈ ജന്മം മുഴുവൻ ഇനി നീ എന്നരുകേ, ഈ തളിരിടും പ്രണയവും ചുണ്ടിലൂതും പൊന്മുളയാ. ആടിമേഘ ചൂടാറി താരകങ്ങൾ നീയല്ലേ, കൊതിയാൽ ഞാൻ കൊഞ്ചിപ്പോയ ചന്ദനക്കവിൾ. ആടിമേഘ ചൂടാറി താരകങ്ങൾ നീയല്ലേ, കൊതിയാൽ ഞാൻ കൊഞ്ചിപ്പോയ ചന്ദനക്കവിൾ. നാട്ടിൽ എത്തി ഞാൻ മണിവീണായിടാ, മണിത്താലിയും കരുതി നിന്നു ചന്ദനത്തുകിലേ. പരിഭവമില്ല മകരമുന്തിരി അടരും, ഇനി എൻ കൈകൾ പടരുന്നു നാണത്താൽ കുണുങ്ങുന്നോരഴകേ.
എനിക്ക് ഒരു അർജന്റ് കോൾ ഉണ്ട്, ഇപ്പൊ വരാം. എന്താടാ ഈ നേരത്ത് വിളിച്ചത്? എന്താ ചെയ്യുന്നേന്നോ? അവളെ കിട്ടില്ല വളക്കില്ല എന്നൊക്കെ നീ എന്നോട് പറഞ്ഞിട്ട് മുഴുവനും കഴിഞ്ഞടാ. എന്റെ അമ്മോ, പക്കാ ഹോംലി, ഒരു ചാൻസ് ഇല്ലടാ. നിങ്ങൾ എപ്പോഴാണ് വരുന്നത്? ഞങ്ങൾ വരുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. ഞാൻ എവിടേക്ക് വരാനോ? എവിടേക്കാടാ? മുംബൈക്ക്. മുംബൈക്കോ? എന്താടാ കാര്യം പറ. എടാ അളിയാ, നിന്റെ ഹോമിലി ഐറ്റം മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ മാസ്റ്റർ പീസാ ഉള്ളൂ. ഞങ്ങളും ഒന്നിനെ വളച്ച് ഇവിടെ നിർത്തിയിട്ടുണ്ട്. നിന്റെ വാട്സാപ്പിലോട്ട് ഇപ്പൊ അതിന്റെ ഫോട്ടോ അയച്ചേ, അത് കണ്ടിട്ട് നീ വരണോ വേണ്ടോ തീരുമാനിക്കും. ഇത് പറയുന്നു. എന്റെ അമ്മേ, എടാ അളിയാ, സംഗതി കൊള്ളാലോടാ. ഇതെങ്ങനെയാണ് പൊക്കിയേ? എടാ ഞാനങ്ങോട്ട് വരും കേട്ടോ. അപ്പൊ ആ പെണ്ണോ? എടാ, ഒരു നാട്ടുംപുറംകാരിയെ പറ്റിക്കാൻ വളരെ എളുപ്പാടാ. ഇതുപോലുള്ള ഐറ്റം ഒക്കെ കുറെ കണ്ടതല്ലേടാ. എന്താ പരിധി? ഇതാ വരുന്നു ഞാൻ. അളെ അവള് വിളിച്ചോണ്ടിരിക്കുക, നീ ഫോൺ വെക്ക്, ഞാൻ വന്നേക്കാം. കാർത്തിക്, ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഫോണിൽ ആരെയോ വരാൻ വേണ്ടി പറയുന്ന പോലെ തോന്നി. ഇങ്ങോട്ടാരും വരാൻ പറഞ്ഞല്ല, ഞാൻ വരാന്നാ പറഞ്ഞത്. നിങ്ങൾ പോവാണെന്നോ? എങ്ങോട്ട്? ഭാരതി, നമ്മുടെ കല്യാണം നടക്കണ്ടേ? പഴയ കാലമല്ല, രജിസ്ട്രേഷൻ ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇതിന്റെ പുറകെ കുറെ നാളായിട്ട് നടക്കുക. ഇപ്പൊ തന്നെ മണി 6 കഴിഞ്ഞു. ഞാൻ ഇപ്പൊ പുറപ്പെട്ടെങ്കിലേ എല്ലാ അറേഞ്ച്മെന്റ്സും എനിക്ക് ചെയ്യാൻ കഴിയൂ. നമ്മുടെ കല്യാണം നടക്കണ്ടേടി പൊന്നുമോളെ. ഭാരതി, ഇന്ന് നമ്മുടെ കല്യാണ ദിവസാ. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് 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 പ്രധാനപ്പെട്ട ദിവസം. 11:30 to 12:30 മുഹൂർത്ത സമയമാണ്. ഇയാളൊന്ന് കുളിച്ച് ഫ്രഷ് ആവിടും. ഞാൻ പോയിട്ട് ഓടി വന്ന് ഇയാളെ കൊണ്ട് പോയിക്കൊള്ളാം. എന്തേ? അത് പിന്നെ വരാൻ കുറച്ച് ലേറ്റ് ആവും. അതുവരെ ചാർജ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും താടും. ഓക്കെ. കാർത്തിക്, മഴ വരുന്ന പോലെ തോന്നുന്നുണ്ട്, സൂക്ഷിച്ചു പോണം കേട്ടോ. ശരി കേട്ടോ. അത് പിന്നെ വീട് ലോക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വേഗം വരണം കാർത്തിക്. വരാം. എടി സുമി, ഒറ്റ യൂട്യൂബ് ചാനൽ കാണടി. എന്തിനടി? ലൈവിൽ ഒരു പെണ്ണിന്റെ ഇന്റർവ്യൂ പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര സങ്കടം തോന്നുവാടി. ഉടനെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യടി. തമിഴ്നാട്ടിൽ നടക്കുന്ന കായിക മത്സരങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വാർത്തയിൽ കാണാവുന്നതാണ്.
സേലത്തിൽ ഇന്ന് എന്റെ മുന്നിൽ ഞങ്ങളെ തന്റെ മോളലോട് ചോദിക്കാണോ താരാരാണ് ഞാനാകച്ചോളും. കാർത്തിക് എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ച കളർ പട്ടുസാരി ഉടുത്തോണ്ട് ഞാൻ ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്നു. പുറത്തെനിക്ക് ഇഷ്ടപ്പെട്ട കോരി ചൊരിയുന്ന മഴ. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. കാർത്തിക് വരാൻ ഒരുപാട് നേരമായി. ഞാൻ കാർത്തികിന്റെ സെല്ലിലേക്ക് ഫോൺ ചെയ്തു. എന്നാൽ അവന്റെ കൂട്ടുകാരനാണ് എന്നോട് സംസാരിച്ചത്. കാർത്തികിന് ആക്സിഡന്റ് ആയിരുന്നു, അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുവാണെന്നും എന്നോട് പറഞ്ഞു. ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. കൂടുതൽ വിവരങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് ഫോൺ കട്ട് ചെയ്തു. വീണ്ടും ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. അതിനുള്ളിൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു. എന്തായാലും ചാർജ് ചെയ്ത് സംസാരിക്കാമെന്ന് കരുതിയപ്പോൾ കറണ്ടും ഇല്ലായിരുന്നു. അല്പനേരം കൊണ്ട് എൻ്റെ സന്തോഷം എല്ലാം പോയി. ആ വീടിൻ്റെ കതവ് പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാമെന്ന് കരുതിയപ്പോൾ തുറക്കാൻ കഴിഞ്ഞില്ല. അയ്യോ,
കാർത്തിക്, നിങ്ങൾക്ക് എന്ത് പറ്റി കാർത്തിക്? എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കല്ലേ. ഒന്ന് വേഗം വരൂ കാർത്തിക്. വിളിച്ച വിളിച്ച ഇങ്ങോട്ട് നോക്ക്. വിളിച്ച വിളിച്ച ഇങ്ങോട്ട് നോക്ക്. വിളിച്ച 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 അതെ, വയസ്സാം കാലത്ത് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണോ? അല്ലെങ്കിൽ തന്നെ അമ്മാവന് കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും
വേണ്ട വേണ്ട, ശരിക്കും നല്ല കാറ്റുണ്ടല്ലേ? അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നു. അതൊക്കെ വലിയ VIP-കളുടെ വീടാ. നമുക്ക് എന്തിനാടാ ഈ തലവേന? നമുക്ക് പോയേക്കാടാ, മഴ വരുന്നെന്ന് തോന്നുന്നു. നല്ല കാറ്റ് കൊണ്ട് വാ, നമുക്ക് പോയേക്കാം. അത് വിടറാ, നമുക്ക് പോവാം. നമുക്ക് ഇനി നിൽക്കണ്ട, പോകാം. എന്താ പ്രശ്നം? നമുക്ക് പോകാം. വാ.
വെളിച്ച 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 ഇങ്ങോട്ട് നോക്ക് വെളിച്ച. ഹലോ വെളിച്ച. ഈ ഏരിയ മുഴുവൻ VIP കളാ താമസിക്കുന്നത്. നല്ലോണം നോക്ക്. ഇങ്ങോട്ട് നോക്ക് ചേട്ടാ. ചേട്ടാ. അല്ലെങ്കിൽ തന്നെ ഒരുപാട് സമയമായി. ഇനി വേണ്ട. സർ. ഇങ്ങോട്ട് നോക്ക് സർ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് നോക്കാം. ചേച്ചി. ഇങ്ങോട്ട് നോക്ക് ചേച്ചി. ഞാൻ പലരെ കുഴിച്ചാ വെള്ളം കിട്ടും സാറേ. ഇതുപോലെ സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടാ. എന്നെ നോക്ക് ചേച്ചി. ചേച്ചി. ചേച്ചി ഇങ്ങോട്ട് നോക്ക് ചേച്ചി. അതെന്താ അവിടുന്ന് ഒരു വെളിച്ചം ഇങ്ങോട്ട് വരുന്നേ? ചേച്ചി. ഇങ്ങോട്ട് നോക്ക്. അല്ല അതൊരു ടോർച്ചിന്റെ വെളിച്ചം പോലെ ഉണ്ടല്ലോ. അതെന്താന്ന് പോയി നോക്കിട്ട് വരാം. അവിടുന്ന് ആരോ വിളിക്കുന്ന പോലുണ്ട്. അങ്ങോട്ട് നോക്കിയേ, ആ ലൈറ്റ് ഇപ്പൊ ഓഫായല്ലോ. അത് ഏതോ വലിയ പണക്കാരന്റെ വീടാ സാറേ. ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ ഓരോ പാർട്ടികൾ നടക്കാറുണ്ട്. അയ്യോ എന്നാ നമുക്ക് പോകാം.
ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്, ഇങ്ങോട്ട് നോക്ക് പ്ലീസ്. ഇങ്ങോട്ട് നോക്ക്. എന്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവാൻ ശ്രമിച്ചു. സ്ഥലം കാണാൻ നന്നായിട്ടുണ്ട്. അന്ന് രാത്രി വന്നുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്ക് ചേച്ചി. ഹലോ, ഇങ്ങോട്ട് നോക്ക്. എന്ത് പറയുന്നു? നമുക്കിതങ്ങ് ഉറപ്പിക്കാം. താമസിപ്പിക്കണ്ട, പെട്ടെന്ന് ഓണറുമായിട്ടൊരു സിറ്റിംഗ് അയക്കാം. ചേട്ടാ, ഈ കാറ്റത്ത് ഇവിടെ ഇരുന്ന് അടിക്കാൻ നല്ല സുഖമുണ്ടല്ലേ ചേട്ടാ? കൂടെ ഒരു കുറ്റിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ? എന്തൊരു ചോദ്യം ഇത്! കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരുത്തി നമ്മുടെ മൊന്ന കേട്ടാ വരത്തില്ല. എന്നാ പറയാനാ, നമ്മുടെ ജീവിതം ഈ ബീച്ചിലിരുന്ന് കള്ളു കുടിച്ച് തീർക്കാനേ പറ്റൂ. ഒന്ന് പോ ചേട്ടാ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ കുടിച്ച് കുടിച്ച് വെറുതെ നമ്മുടെ ജീവിതം പാഴാകുമോ ചേട്ടാ? നീ തന്നെ പിന്നെ ഇത് പറഞ്ഞോണ്ടിരിക്കാതെ ഒരെണ്ണം ഒഴിക്കാൻ നോക്കുവോ? പോയി
അതെന്തോന്നും കുന്തവാ? ഹെൽപ്പ് മീ എന്നാണല്ലോ ചേട്ടാ എഴുതിയേക്കുന്നത്. എന്താ സംഭവം ഒന്ന് നോക്കിയാലോ? ഹെൽപ്പ് മീ എന്ന് വെച്ചാ സഹായിക്കണമെന്നല്ലേ ചേട്ടാ അർത്ഥം? അതെ, ആ സൈഡിൽ നിന്ന് ഇത് പറന്നു വന്നതെന്ന് തോന്നുന്നു ചേട്ടാ. ചേട്ടൻ മതി, നമുക്കൊന്ന് പോയി നോക്കാമാ. എനിക്ക് തോന്നുന്നു അവിടെ നന്നാ. അങ്ങോട്ട് നോക്ക്. ചേട്ടാ എന്നാടാ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കുന്ന പുതിയ കാര്യമാണോ? നമുക്കെന്തിനാ ഈ തലവേദന കേസ്? ഒരെണ്ണോട് അടിച്ചിട്ട് പോകാൻ നോക്കാം. ഈ VIP പാർട്ടികൾക്കെല്ലാം ഇത് തന്നെയാ ഏത് നേരം ജോലി. എപ്പോ നോക്കിയാലും കുറെ പെണ്ണുകളെ വിളിച്ചുകൊണ്ടൊന്ന് അടിച്ചുപൊളി തന്നെ. നീ വാടാവേ. ചേട്ടാ നിക്ക് ചേട്ടാ. അടിപൊളിയാണല്ലോ. വാ അങ്ങോട്ട് പോ. എന്താണ് അവിടെ പരിപാടി? അയ്യോ പോലീസുകാരാണ്, വേഷം മാറിയിരിക്കുക. പ്ലീസ് ഇങ്ങോട്ട് നോക്ക്. പോലീസ് ചേട്ടാ പോകല്ലേ ചേട്ടാ. പോലീസ് ചേട്ടാ പോകല്ലേ ചേട്ടാ. ചേട്ടാ വിശപ്പും പേടിയും ഒറ്റപ്പെടലും ചേർന്ന് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യായിരുന്നു. പെട്ടെന്ന് എങ്ങനെയോ അവിടെ കണ്ടുവന്നു. ഞാൻ ചാർജ് കയറ്റി കാർത്തികിനോട് സംസാരിച്ചു. എനിക്കൊരു കുഴപ്പമില്ല, വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ കാർത്തിക് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചു. അതിനുശേഷം എല്ലാം നേരാൻ വണ്ണം ആവുമെന്ന് വിചാരിച്ച എനിക്ക് ഞാൻ ഒട്ടും വിചാരിക്കാത്ത പല രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നു. മൂന്ന് ദിവസം ഒരു തരി ആഹാരം പോലും കഴിക്കാത്ത ഞാൻ ആകെ അവശ്യ നിലയിലായിരുന്നു. അതുകൊണ്ട് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എനിക്ക്, അല്ലെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതി ഞാൻ ആ റൂമിലേക്ക് ചെന്നു.
അവിടെയാണ് കാർത്തികിന് ഞാൻ അറിയാത്ത മറ്റൊരു മുഖമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പല പെൺകുട്ടികളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നത് ഇവർക്കൊക്കെ ഒരു വിനോദം മാത്രമല്ല. ആ വീഡിയോ കൊണ്ട് ഇവര് കച്ചവടം നടത്തുവാന്ന് മനസ്സിലാക്കിയതും അതിശയം തോന്നിപ്പോയി. കാർത്തികിന് പലതരത്തിലുള്ള കൂട്ടുകെട്ടുണ്ട്, ഒരു വലിയ നെറ്റ്വർക്ക്. അതിലിടപെട്ടിരിക്കുന്നവർ ജനങ്ങളുടെ ഇടയിലുള്ള വലിയ ഉദ്യോഗസ്ഥരാണ്. എനിക്കതൊട്ടും വിശ്വസിക്കാനായില്ല. അന്നേരം അവിടെ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെടണമെന്ന് വിചാരിച്ചു. അതിനുള്ളിൽ കാർത്തികിന്റെ കാർ അവിടെ വന്നു. ആ വീടിനെ ചുറ്റി നടക്കുന്ന എല്ലാ കാര്യങ്ങളും വൃത്തികെട്ടതായിരുന്നു. ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോണെന്ന് ഞാൻ ട്രൈ ചെയ്തോണ്ടിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയാ ബിസിനസ് ചെയ്യുന്നത്. അടിച്ചു പൊളിക്കുന്നതാണ് നമ്മുടെ ബിസിനസ്, അല്ലടാ? അല്ല മച്ചാനെ, ഇനി നീ എടുക്കാൻ പോകുന്ന എത്രാമത്തെ വീഡിയോടാ? എടാ, ബാക്കപ്പ് ഹാർഡ് ഡിസ്കിൽ ഒരു 2000 എണ്ണം ഉണ്ട്. പുതിയതില് ഒരു 50 എണ്ണം ഉണ്ടാവും. ശരി, അത് പോട്ടടാ. നിനക്ക് മാത്രം സ്പെഷ്യലായി വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു? എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അടിച്ചു പൊളിച്ച ആ വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നീ ഷെയർ ചെയ്ത് പറഞ്ഞല്ലോ. എടാ, ചുമ്മാ പിച്ചും പേയും പറയല്ലടാ. എടാ അളിയ, എനിക്ക് ഭാരതിയെ ഉടനെ തന്നെ കാണണം. നീ ആ കഥ കൊണ്ട് പറഞ്ഞേ. कार्तिक എന്നെ വിടാൻ പറ. കാർത്തിക് പ്ലീസ്, കാർത്തിക് എന്നെ വിടാൻ പറ. കാർത്തിക്. ഞാൻ അവരുടെ എത്ര പ്രാവശ്യം കരഞ്ഞു നിലവിളിച്ചിട്ടും അവരെന്നെ വിട്ടില്ല. ഓരോരുത്തരായി എന്റെ അടുത്ത് വന്ന്
എന്നെ ഇഞ്ചിഞ്ചായി വലിച്ചടിച്ച് നശിപ്പിച്ചതല്ലാതെ അവന്മാര് മാറി മാറി വീഡിയോ എടുക്കുകയും ചെയ്തു. ഇഞ്ചിഞ്ചായി ഞാൻ തുടിച്ചു പോയി. ഞാൻ പൊട്ടിക്കരഞ്ഞു. ഭാരതി, കരയാതെ ഭാരതി, കരയരുത്. വേണ്ട, ദേ കരയരുത്. പ്ലീസ്, പറയുന്ന കേക്ക്, ധൈര്യമായിരിക്കെ. കരയരുത് ഭാരതി. ഇത് കണ്ടോ? എന്തൊരു കഷ്ടമായി പോയി. എടി ഇത് കണ്ടില്ലേ, പാവമുണ്ടല്ലേ. ധൈര്യമായിരിക്കും പ്ലീസ്, പറയുന്ന കേക്ക്. ബാക്കി കൂടി പറയൂ. അവർക്കൊക്കെ ഇനി ഏത് തരത്തിലുള്ള ശിക്ഷ കിട്ടണമെന്നാണ് നീ വിചാരിക്കുന്നത്? പറയൂ. എന്താണേലും പറയൂ ഭാരതി. ഇപ്പൊ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെല്ലാവരും തന്നെ വളരെ ദേഷ്യത്തിലാണ്. പറഞ്ഞോളൂ, അവരെ നമുക്ക് എന്ത് ചെയ്യാം? അവരെ ഒന്നും ചെയ്യണ്ട. ആ 3 പേരെയും ഞാൻ തന്നെയാണ് കൊന്നത്. എന്താ പറയുന്നത്? അവന്മാര് 3 പേരെയും നീ തന്നെ കൊന്നു പറയുന്നു? കാർത്തികിനെ പോലെ ഉള്ളവന്മാര് ഒരു ഗ്രൂപ്പായിട്ട് ചേർന്നുകൊണ്ട് ഇതുപോലുള്ള വൃത്തികെട്ട പ്രവൃത്തികള് ചെയ്യുന്നതിനുള്ള കാരണം അനുഭവിച്ച എല്ലാ പെണ്ണുങ്ങളും പുറത്ത് പറയില്ല എന്നുള്ള ധൈര്യത്തിലാണ്. അവരെ കൊണ്ട് ഒരിക്കലും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അഹങ്കാരത്തിലാണ്. ഒരു പക്ഷെ ആക്ഷൻ എടുക്കുവാണെങ്കിൽ അത് നമ്മുടെ ഉന്നത തലത്തിലുള്ള സംവൃതം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പുറത്തു വരാന്നുള്ള ആണത്വം. ഇത് തന്നെയാണ് അവന്മാരെടുക്കുന്ന അവസാനത്തെ വീഡിയോ ആയിരിക്കണമെന്ന് അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു. ആ 3 പേരെയും ദേഷ്യം തീരുന്നവരെ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊന്നു. അലറി അലറി വിളിച്ച് ഞാൻ കൊന്നു അവരെ. എന്റെ ദേഷ്യം തീരുന്നവരെ അവരെ കുത്തിക്കൊന്നു. എന്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം ആയുധമാക്കിയിട്ട് അവരെ അടിച്ചടിച്ച് ഞാൻ കൊന്നു. നീ ചെയ്തതാ മോളെ കറക്റ്റ് കാര്യം. ഇവന്മാരെ ഒന്നും ഒരിക്കലും വെറുതെ വിടരുത്. ഒറ്റ പോലും ജീവനോടിരിക്കരുത്. അവന്മാരുടെയൊക്കെ ശരീരത്തിൽ നിന്നും ഒഴുകി വന്ന രക്തവും അലറി വിളിച്ച ശബ്ദവും അതായിരുന്നു എന്റെ ഏക ആശ്വാസം. എന്തിനായിരുന്നു ഭാരതി ഇതൊക്കെ? ഇപ്പോ ഉള്ള ജനങ്ങളുടെ മാനസികാവസ്ഥയിൽ നിങ്ങളെപ്പോലുള്ള ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പബ്ലിക്കും മീഡിയയും ഒരിക്കലും വെറുതെ ഇരിക്കില്ല. അവരൊരു ശിക്ഷ കൊടുക്കാതെ ഒരിക്കലും പിന്മാറില്ല. ധൃതി വെച്ച് നിങ്ങൾ തന്നെ ഒരു ശിക്ഷ കൊടുത്തല്ലോ. ഓരോ ദിവസവും സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പീഡന കേസുകളും എത്ര ഭയാനകമായിരിക്കുന്നു. പേപ്പറിലും ടിവിയിൽ കൂടിയും നമ്മൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുവല്ലേ. 1-2 ദിവസം കൊണ്ട് എല്ലാവരും ആ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. അതങ്ങനെ കടന്നു പോകുന്നു. തെറ്റ് ചെയ്യുന്ന എല്ലാവരും അവർ ചെയ്തുകൊണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. എന്റെ പ്രശ്നങ്ങൾ പുറത്തു വന്നാൽ ഉടനെ തന്നെ ടിവിയിൽ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് വരും. ഒരു 2-3 ദിവസം വരെ വിവാദം തന്നെയായിരിക്കും. അതിൽ 2 പേര് സർവ്വതും അനുഭവിച്ച എനിക്ക് തന്നെ അഡ്വൈസ് ചെയ്യാൻ വരും.
പോലീസിൽ പോയാ കാശുള്ളവരെ മാത്രമേ അവര് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുപോട്ടെ, കോടതി പോകാമെന്ന് വെച്ചാ അതും അക്രമം കാണിച്ചവനെ പ്രായം ചെന്ന് ചാകാൻ നേരം മാത്രമേ വിധി വരികയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അനുഭവിച്ച അനീതികൾക്കെല്ലാം ഞാൻ തന്നെ ശിക്ഷ കൊടുത്തത്. എന്നെ പോലെ ഒരാണിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ ആരും തന്നെ ഫേസ്ബുക്കിൽ കൂടി പരിചയപ്പെട്ട് ഇതുപോലെ ജീവിതം ഇല്ലാതാക്കുന്ന പെൺകുട്ടികൾക്ക് എന്റെ ചെറിയൊരു മെസ്സേജ്. കല്യാണത്തിന് മുൻപ് നിങ്ങളോടൊപ്പം കിടക്കയിൽ ക്ഷയിക്കുന്നവൻ, സെക്സി ഡ്രസ് അണിഞ്ഞ് വീഡിയോയിൽ പകർത്തുകയും ചെയ്ത് അത് സൂക്ഷിച്ചു വെക്കുന്നവൻ, അതല്ല അങ്ങനെ എടുത്ത് അയക്കാൻ പറയുന്നവൻ, ഇവന്മാരിൽ ആരും തന്നെ ഒരു പെണ്ണിനെയും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾ മനസ്സിലാക്കണം. കുറഞ്ഞ പക്ഷമെങ്കിലും ഒരു പെണ്ണ് മാനസികമായും ശാരീരികമായും 2 അല്ല 3 അല്ല, ഇതൊന്നും പോരാ, 5-6 ആണുങ്ങളെങ്കിലും ഒരേ നേരത്തെ തന്നെ അടിച്ചു കൊല്ലാനല്ല ഒരു മാനസിക നില നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആണെന്ന വർഗത്തെ തിരുത്താൻ കഴിയില്ല, എന്നാൽ നമുക്ക് അടക്കാൻ കഴിയും. നിയമം, പൊതുജനം, മീഡിയ ഇതൊക്കെ ചുമ്മാതാ, വെറുതെ പരസ്യങ്ങൾക്കും വാർത്തകൾക്കും മാത്രമാണ്. നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് അറുതി വരണമെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും ശരി. എങ്കിലേ ആണുങ്ങളൊക്കെ ഒന്ന് പേടിക്കുള്ളൂ. പെണ്ണുങ്ങളെ കണ്ട് ഭയപ്പെടണം. എങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ. ഞാൻ ചെയ്ത ഈ 3 കൊലപാതകങ്ങൾക്കും എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് നിയമവും സമൂഹവും പറയുന്നുവോ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതേ പറയാനുള്ളൂ. ഇങ്ങോട്ട് വരൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ ഇതിനെക്കുറിച്ച്? എനിക്കറിയില്ല മാഡം. സ്ത്രീത്വത്തെ അപമാനിച്ച് വിഷമുള്ളുകൾ പാതയിൽ വിതച്ച് വഴിതെളിക്കുന്നു നമ്മുടെ സമൂഹം. ആധുനിക വനിതയെന്ന് ഡിജിറ്റൽ ലോകത്തിലേക്ക് മനസ്സർപ്പിച്ച് ചാരിത്രം നഷ്ടപ്പെടുത്തുന്ന കലിയുഗം. കുരുന്നു ബാല്യങ്ങളെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാം. സ്ത്രീത്വം ജ്വാലയായി ഉയരട്ടെ. സ്നേഹപൂർവം, സംവിധായകൻ രാഹുൽ.